അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കറിയാം, ആളുകൾ ഉള്ളിടത്താണല്ലോ നാം ദഅവത്ത് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നാം ദഅവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. പുതിയ കാലത്ത് നാം നോക്കിയാൽ നമുക്ക് ഏറെ മനസ്സിലാവുന്ന ഒരു വസ്തുത, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ അവരുടെ ഇടപെടലുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ ദഅവത്തിന് പൂർണ്ണമായും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. പൊതുവെ ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിനെ സോഷ്യൽ മീഡിയകളെ ഉപയോഗപ്പെടുത്തുന്നില്ല? ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ആപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പല ആളുകൾക്കുമുള്ള ഒരു അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറേ ഹറാമിയത്തുകൾ കാണേണ്ടി വരുമെന്നുള്ളൊരു സാധ്യത, ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പുതിയ കാലത്ത് അൽഗോരിതമാണ് വർക്ക് ചെയ്യുന്നത്. നാം എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രെൻഡുകൾ പോവുക. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ എപ്പോഴും ഫുഡ് വ്ളോഗുകൾ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫുഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. ട്രാവൽ നോക്കുന്നവർക്ക് ട്രാവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരിക. ഈ രൂപത്തിൽ നോക്കുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഇസ്ലാമിക് തീമിലുള്ള പല കാര്യങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കും നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഈ ഇത്തരം ഹറാമത്തുകളെ നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതോടുകൂടി ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. എപ്പോഴും ട്രെൻഡുകളെ ഞാൻ കൂടെ പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ അടുത്താണ് നമുക്കറിയാം പോഡ്കാസ്റ്റ് സിസ്റ്റം. ഈ പോഡ്കാസ്റ്റ് എന്നുള്ളത് ഇറച്ചി പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ ഉപ്പ് പോഡ്കാസ്റ്റ്. ഒരുപക്ഷെ ഞാൻ ഈ പോഡ്കാസ്റ്റുകളെ പേര് കേട്ടിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും നമ്മുടെ, അതായത് സുന്നികളുടെ പക്ഷത്തു നിന്നുണ്ടായ ഒരു പോഡ്കാസ്റ്റുകളല്ല. എങ്കിലും തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത്, ആളുകൾക്കിടയിൽ എത്രയോ വലിയ സ്വാധീനം ഈ പോഡ്കാസ്റ്റുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആദ്യം തന്നെ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, പിന്നീട് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉതകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആളുകൾക്ക് പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയും അതിനനുസരിച്ച് ആളുകൾ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. മറ്റൊരു കാര്യം പൊതുവേ ഞാൻ പറയപ്പെടാറുണ്ട്, നമ്മുടെ ഈ ദഅവത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇത്തരം വേഷങ്ങൾ നമുക്ക് ഒരു പക്ഷേ പ്രശ്നമാണെന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഒന്ന് കണ്ണോടിച്ചാൽ മതി, നമ്മുടെ അനസമാനി ഉസ്താദിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന കുറേ പ്രഭാഷണങ്ങളുടെയൊക്കെ അടിയിലുള്ള കമൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയോ നാടൻ കുട്ടികൾ, മറ്റുള്ള പ്രൊഫഷണൽ മേഖലയിലുള്ളവരൊക്കെ അതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും വേഷമോ മറ്റോ ഇവിടെ തടസ്സമാവുന്നില്ല. നമുക്ക് ഈ വേഷം ധരിച്ച് തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ദഅവത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റനേകം വീഡിയോകളും ഈ രൂപത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ കാര്യം എന്നുള്ളത് സാധ്യതകളെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നാം ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാകൂല. എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള സാധ്യതകളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയുണ്ടാവില്ല. സാധ്യതകളെ, ഡിജിറ്റൽ വേൾഡിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുന്നതോടുകൂടി ഓരോ വിദ്യാർത്ഥിയും അവന് വേണ്ട രൂപത്തിലുള്ള ഉപയോഗപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് ഒരു എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നോട് നിരന്തരമായി, ഒരു മുജാഹിദുകാരനായ ഒരാൾ നിരന്തരമായി എന്നോട് കഴിഞ്ഞ വർഷങ്ങളിൽ സുന്നി ആശയങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സുന്ന ബോട്ട് എന്ന് പറയുന്ന ഒരു ബോട്ടുണ്ട്, ഇത് നീ നോക്കുകയാണെങ്കിൽ നിനക്ക് എല്ലാ സംശയത്തിനും, നിന്റെ ഡൗട്ടുകൾക്ക് അത് ഉത്തരം തരുമെന്നുള്ളത്. ഇന്ന് ആ കുട്ടി ഇക്കഴിഞ്ഞ നബിദിന ആഘോഷങ്ങൾക്ക് ആ കുട്ടി പങ്കെടുത്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം സുന്ന ബോട്ടിൽ ആ കുട്ടിയുടെ ഡൗട്ടുകൾക്ക് പരിഹാരമായി എന്നുള്ളതാണ്. ഇത്തരം ബോട്ടുകൾ നാം രൂപപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതുവെ നമുക്കറിയാം, ഡിജിറ്റൽ എത്തിക്സ് പറയുക എന്നുള്ളത് ഒരു പക്ഷേ ആളുകൾക്ക് ഇഷ്ടമായിരിക്കില്ല. പക്ഷേ നമുക്കറിയാം, പ്രൊഫസർ മിറ്റിയിൽ നാം കണ്ടതാണ് ലൗവിനെ കുറിച്ചുള്ള ഒരു സെഷൻ. അത് ആളുകൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കി എന്നുള്ളതാണ്. ചെറിയ പ്രായക്കാർക്കിടെ വലിയ സ്വാധീനമുണ്ടാക്കി എന്നുള്ളതാണ്. ഈ രൂപത്തിൽ ഡിജിറ്റൽ എത്തിക്സ് പറയാൻ നാം തുനിയണം. അല്ലാതെ ഡിജിറ്റൽ എത്തിക്സ് പറയുന്നിടത്ത് നാം പിന്നോട്ട് വലിഞ്ഞാൽ അത് വേറെ രൂപത്തിലാണ് നമ്മെ ബാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റായി ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏറെ തിളങ്ങി നിൽക്കുന്ന PT മുഹമ്മദ് ഉസ്താദിൻ്റെ ചില വീഡിയോസുകൾ ഒരു പക്ഷേ എല്ലാ മതസ്ഥരും കാണുന്ന വീഡിയോകളാണ് PT ഉസ്താദിൻ്റെ ഉള്ളത്. നമുക്കറിയാം, ഇത്തരം രൂപത്തിൽ, അതായത് ഞാൻ പറയുന്നിടത്തുള്ള കണ്ടന്റുകൾ അത് ഇൻഡയറക്റ്റായി ഇസ്ലാമിനെ കൂടി തിരിച്ചറിയുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ നാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയ ദഅവത്തിന് ഏറ്റവും രൂപത്തിൽ നല്ല ഫലപ്രദമാവുന്ന ഒന്നാണ്. മറ്റൊന്ന്, അമേരിക്കൻ നാടുകളിലൊക്കെ നാം കണ്ടുവരുന്ന ഒന്നാണ് ഇസ്ലാമിക് ആപ്പ് എന്നുള്ളത്. അവിടുത്തെ
നേതൃത്വം മുസ്ലിങ്ങളോട് മാത്രമായി കൂട്ടിച്ചേർത്ത് അവരോട് പറയും, ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നിർദ്ദേശിക്കും. ഓരോ ദിവസവും ഈ ആപ്പിൽ കൃത്യമായി അവർക്ക് വേണ്ട വിവരങ്ങൾ നൽകും. അതും ഈ അൽഗോരിതവുമായി ബന്ധപ്പെടുത്തിയാണ് വരിക. അതുപോലെ തന്നെ നമുക്ക് സിറ്റിങ്ങുകൾ വിളിച്ചുകൊണ്ട് ആളുകൾക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഉലമാക്കളെയും മറ്റും പരിചയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഫോളോ ലിസ്റ്റ് തന്നെ നമുക്കിടയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കാലത്ത് എഴുത്ത് എന്നുള്ളത് വലിയൊരു പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സൈറ്റുകളിൽ മറ്റുമൊക്കെ നാം ധാരാളം എഴുത്തുകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ ഇതിനു വേണ്ടി R&D സെന്റർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ രൂപപ്പെടുത്തുകയും ആ രൂപപ്പെടുത്തിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിലൂടെ പഠനങ്ങൾ നടത്തി വേണ്ട രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ഉദാഹരണം ഉണ്ടാക്കണം. ഒരുപക്ഷെ വരുമാനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വരെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് കുട്ടികൾക്കിടയിൽ വലിയൊരു ധാരണ ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് പരോക്ഷെ നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നാം അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഈയിടെ കുറെ ആളുകൾ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തരം ഉപയോഗങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും അത്തരത്തിലുള്ള പ്രവണതകൾ നാം തീർത്തും കളയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പൊന്നാണ്, സ്വർണ്ണമാണ്. അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വരും കാലത്ത് നമുക്ക് ഇസ്ലാമിക മതത്തിന് കൂടുതൽ ഉന്നൽ നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.